വഴി കെട്ടിയടച്ച സംഭവത്തിൽ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. കളമശ്ശേരി നഗരസഭയിലെ TOG പാസ് റോഡിൽ താമസിക്കുന്ന ജസീസ് കറിയക്കാണ് പബ്ലിക് സ്ക്വയർ അദാലത്ത് കൈത്താങ്ങായത്. വർഷങ്ങൾക്ക് മുമ്പ് മുനിസിപ്പാലിറ്റി ടൈലിട്ട് നവീകരിച്ച റോഡിലൂടെയുള്ള ഗതാഗതം അയൽവാസി തടസ്സപ്പെടുത്തുന്നു എന്ന പരാതിയുമായിട്ടായിരുന്നു ജസി അദാലത്തിലേക്ക് എത്തിയത്. വീട്ടിലേക്ക് വാഹനം കയറ്റാൻ കഴിയാത്ത രീതിയിൽ ഉപയോഗശൂന്യമായ കാറും കമ്പിവേലിയും മാലിന്യവും കൊണ്ട് വഴി തടയുന്നു എന്നായിരുന്നു ജസിയുടെ ആരോപണം. ഇത് സംബന്ധിച്ച തെളിവുകളും ഹാജരാക്കിയിരുന്നു. ജസീസ് കറിയ TOG പാസ്പോർട്ട് മാലത്തിശ്ശേരി എൻ്റെ വീട്ടുപേര്. ഹാപ്പി വാലി റെസിഡൻസി 63. എൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ 2022 ഫെബ്രുവരി മുതൽ എൻ്റെ എതിർകക്ഷിയായ നെയ്ബറാണ് പ്രശ്നങ്ങളുണ്ടായ വഴി അടച്ചു കെട്ടി മുനിസിപ്പാലിറ്റി ടൈൽ ചെയ്താണ് 2019. അത് ഞാൻ അതിലൊരു ഷെഡ് കെട്ടി കുറേ വേസ്റ്റും ഒരു യൂസ്ഡ് അല്ലാത്തൊരു കാറും, യൂസ് ചെയ്യാൻ പറ്റില്ല ആ ഒരു കാറ് അതിനുള്ളിലിട്ടിട്ട് തൊട്ട് പിറകിലായി കുറേ നീക്കി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാറ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പോരാത്തത് ഞാൻ മുഖ്യമന്ത്രി പരാതിക്ക് കൊടുത്തപ്പോൾ ഒരു ഇരുമ്പ് ചങ്ങലയും കൂടി അതിന് പുറകിലായിട്ട് വന്നു. അപ്പം ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്, എൻ്റെ ഹസ്ബൻഡ് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ 4th സ്റ്റേജാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് ഇത് കൊടുത്തത്. എല്ലാം കൂടി പുള്ളി മരിച്ചിട്ട് പോലും ഒരു ആംബുലൻസ് പോലും കയറ്റാനുള്ള ഒരു അനുമതി നമുക്കവിടെ കിട്ടിയില്ല. ആ സമയത്തും ആ വഴി നടന്ന് ഇങ്ങനെ വന്ന് ആ വ്യക്തി നിൽക്കുമായിരുന്നു. ബോഡി കാണാൻ വീട്ടിലും വന്നില്ല, വഴിയിൽ നിന്ന് അത് കണ്ടുപോയി. ഇവിടെ വന്നതിന് ശേഷം ഇപ്പം മന്ത്രി എല്ലാം ശരിയാക്കി തരാം, ആ പുറകിൽ കിടക്കുന്ന വാഹനം മാറ്റിത്തരാം, ആ ഗേറ്റ് മാറ്റിത്തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷെഡ് പൊളിപ്പിക്കുന്നത് എനിക്കതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ജസ്റ്റ് എൻ്റെതായ ഒരു ആവശ്യം മനുഷ്യത്വപരമായി എനിക്കതൊന്ന് ചെയ്തു തരാനാണ് ഞാൻ എല്ലാവരുടെ അടുത്തും ഇത്രയും നാളും പുറകെ കിടന്നത്. മന്ത്രിക്ക് ഇതിനു മുമ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആ പരാതി മന്ത്രിയുടെ ഓഫീസിൽ പോലും എത്തിയില്ലായിരുന്നു. പിന്നെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത്, കളക്ടർക്ക് കൊടുത്ത്, കളക്ടറും എനിക്ക് മാറ്റിത്തരാൻ പറഞ്ഞാൽ അന്ന് കൊടുത്തത്. അന്നും ഈ പോലീസുകാർ വരുമ്പോൾ അവരത് ചെയ്തു തരില്ല. എനിക്ക് കൈക്കൂലി കൊടുക്കാൻ അന്ന് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല എൻ്റെ കയ്യിൽ. ഞാൻ ഇപ്പോഴും ഒരു 40 ലക്ഷം രൂപ കടത്തില്ല. ഒരു വീട് പണിത് എൻ്റെ ഒരു ഇളയ മോൻ UK പോയി. പിന്നെ എൻ്റെ മോൻ കല്യാണം കഴിച്ച ഒരു പെണ്ണ് ഗർഭിണിയായിരുന്നു. അതിലൊന്ന് വരുമ്പോൾ അവരുടെ മോള് സവിത എല്ലാവരും കളിയാക്കും. പിന്നെ വണ്ടി ഒന്ന് കയറ്റി അപ്പുറത്തെ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി എന്തെങ്കിലും സാധനം എടുക്കുന്നതിന് മുമ്പ് ഇവർ ഫോൺ ചെയ്യും. ആ പുള്ളി ബൈക്കുമായിട്ട് അപ്പോൾ വരും, വണ്ടി 100 മാറ്റണം. പിന്നെ ഞങ്ങളുടെ ഒരു സ്നേഹിതൻ ഇപ്പോൾ വാടക വീട്ടിൽ അവരുടെ പറമ്പിലാണ് ഞങ്ങൾ നിലവിൽ വണ്ടി ഇട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ടാക്സ് അടയ്ക്കണം, നമുക്ക് മുനിസിപ്പാലിറ്റി എന്നല്ലാതെ വേറൊരു ഇതുമില്ല. പരാതി കേട്ട് മനസ്സിലാക്കിയ മന്ത്രി നിജസ്ഥിതി പരിശോധിക്കാനും വേണ്ട നടപടികൾ സ്വീകരിക്കാനും അധികൃതർക്ക് നിർദ്ദേശം നൽകി. ദീർഘനാളായി അനുഭവിച്ചിരുന്ന ദുരിതത്തിന് അറുതിയായ സന്തോഷത്തിലാണ് ജസി മടങ്ങിയത്. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.